ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് വേസ്റ്റേജ് ഇല്ലാണ്ട് തുണി സ്കേർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമുക്ക് രണ്ട് മെഷർമെൻറ്റ്സാണ് സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടത്. ഒന്ന് ഹിപ്പ് റൗണ്ടും ഒന്ന് ലെങ്ത്തും. അതിൽ ഹിപ്പ് റൗണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് 34 ആണ് എടുക്കുന്നത്. 34 × 3 3 മടങ്ങ് നമുക്ക് എന്താണെങ്കിലും കൂട്ടിയെടുക്കാം. അതൊരു നോർമലാണ്. നിങ്ങൾക്ക് 3 or 4 വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യയാണ് നമ്മുടെ ടോട്ടൽ സ്കേർട്ട്, അതായത് തുണി കട്ട് ചെയ്തെടുക്കേണ്ട നീളം. 102 ഇഞ്ച് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 or 4 ഇഞ്ച് കൂടെ നിങ്ങൾ എക്സ്ട്രാ ഇട്ടോളൂ കേട്ടോ. പിന്നെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 40 ഇഞ്ചാണ് എടുക്കുന്നത്. 40 - 2 മൈനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പടിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹിപ്പിൽ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയുള്ള പടിക്ക് വേണ്ടിയാണ് 2 ഇഞ്ച് മൈനസ് ചെയ്യുന്നത്. പിന്നെ അരയിഞ്ച് മേളിൽ സീമിന് വേണ്ടി കൂട്ടാം. താഴെ മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ അതിന് അരയിഞ്ച്, അങ്ങനെ വേണമെങ്കിൽ 1 ഇഞ്ച് എടുക്കാം നിങ്ങൾക്ക്. താഴെ ഇല്ലെങ്കിൽ അരയിഞ്ച് മാത്രം. ഓക്കെ, 102 നമ്മുടെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത്. അതിൽ നിന്ന് നമ്മുടെ ഹിപ്പ് സൈസ് എത്രയാണോ അത് മൈനസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 102 ടോട്ടൽ വിഡ്ത്ത്, ടോട്ടൽ തുണി നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് ഞാനിപ്പോൾ 34 മൈനസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് വരുന്നത് 68 ഇഞ്ചാണ്. ആ 68 ഇഞ്ചിനെ ഞാൻ പ്ലീറ്റ്സ് ആക്കി എടുക്കണം. അതായത് എനിക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഹിപ്പിൽ 34 മതി. അതാണ് നമ്മുടെ ഹിപ്പ് സൈസ്. ഈ 68 ഇഞ്ചും നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ട പ്ലീറ്റ്സ് ആണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പ്ലീറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഒരു പ്ലീറ്റ് എത്ര ഇഞ്ചിൽ വേണോ അത്ര ഇഞ്ചിലെടുക്കുക. ഞാനിവിടെ 2 ഇഞ്ചിലാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. 2 ഇഞ്ചായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ നല്ല ഈവനായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. ഇതാണ് തുണിയുടെ ഒരു കണക്ക്. നമുക്ക് എത്ര തുണി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ 3 മടങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 മടങ്ങല്ല 4 മടങ്ങാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഫ്ലെയർ കിട്ടും. അപ്പോൾ 34 എത്രയാണ് നിങ്ങളുടെ ഹിപ്പ് സൈസ് അത് × 4 അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ടോട്ടലി നമുക്ക് ആ പടിക്ക് വേണ്ടിയിട്ടാണ് 2. പടിക്ക് 2 ആകുമ്പോൾ നിങ്ങൾ 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കണം. അത് മാത്രമുള്ള വ്യത്യാസം. ഇപ്പം ഞാൻ 4 തുണി ഇവിടെ ഇട്ടിരിക്കുന്നത്. 4 മടക്കി കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് 4 മടക്കിയിട്ട് തുണി ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ടോട്ടൽ ലെങ്ത്ത് 38, 40 38 നമ്മൾ അടയാളപ്പെടുത്തുക. അരയിഞ്ച് കൂടെ കൂട്ടി 38.5 അടയാളപ്പെടുത്തിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് പടിക്ക് വേണ്ടിയിട്ടുള്ള പീസാണ്. പടിക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ചിലാണ് പടി വരേണ്ടതെങ്കിൽ നമ്മൾ 5 ഇഞ്ച് എടുക്കണം. 2 × 2 പിന്നെ +1 സീമിന് വേണ്ടിയിട്ട്, സീം അലവൻസിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എടുക്കുന്നത്. അങ്ങനെ ടോട്ടലി 5 ഇഞ്ചിലാണ് നമ്മൾ പടിക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നെ നമുക്കിനി പ്ലീറ്റ്സ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് അരയിഞ്ച് ആദ്യമേ തന്നെ സീമിന് വേണ്ടിയിട്ടിടുക. സീം അലവൻസായിട്ട് ഞാൻ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് വീതം ഫുള്ള് മാർക്ക് ചെയ്യുക. 102 ഇഞ്ചും അങ്ങനെ 2 ഇഞ്ച്. ഇനി നിങ്ങൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആദ്യത്തെ അരയിഞ്ച് വിട്ടതിന് ശേഷം പിന്നീടുള്ള 2 പ്ലീറ്റ്സ് എടുക്കുക. പിന്നീടുള്ള 2 സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത 3ാമത്തെ മാർക്കിങ്ങിൽ വേണം നമ്മൾ ആ പ്ലീറ്റ്സ് കൊണ്ടുപോയി വെക്കാൻ. ആദ്യത്തെ ഒരു പ്ലീറ്റ് എടുത്തു, പിന്നെ മാർക്കിങ്ങിൽ വിട്ടിട്ട് പിന്നെ നമ്മൾ അടയാളപ്പെടുത്തി 2ലേക്ക്. അങ്ങനെ ഓരോ പ്ലീറ്റ്സും ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് വേണം വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ നമുക്കപ്പോൾ ഈവൻ ആയിട്ടുള്ള പ്ലീറ്റ്സ് ആയിട്ട് കിട്ടും.